ഹലോ, എസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വലിയ കോഴികളുടെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടക്കോഴികളാണിത്. ഇവരുടെ കൂടിനാക്കം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇവർക്ക് എല്ലാ ദിവസവും കൊടുക്കുന്ന ഇലകളുടെയൊക്കെ വേസ്റ്റ് നന്നായിട്ടുണ്ട് കൂടിനകത്ത്. നമ്മളിവിടെ ഇലകൾ വാഴയില, അതുപോലെ കപ്പയില, ചേമ്പില ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെ കൂടിനകത്ത് തന്നെ കാണും. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് നമ്മളത് കൂട്ടിയിട്ട് ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാഴയ്ക്കോ ചീനിക്കൊക്കെ നമുക്കിങ്ങനെ വളമായിട്ട് എടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ ഡ്രിങ്കറിൽ വെള്ളം അഴുക്കായിട്ടുണ്ട്. അത് നമ്മുടെ ഈ കൂട്ടത്തിൽ കോഴികളുടെ കൂടെ തന്നെ 2 താറാവും കൂടി ഉണ്ട്. അപ്പോൾ അവരെ വേറെ സ്ഥലമില്ല കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവരെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം അഴുക്കാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വേറെ വെള്ളം അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന വെള്ളം നമ്മുടെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചീവുപൊടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ കാണിക്കുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ കൂടിനകത്ത് ഇടേണ്ടുള്ള ചീവുപൊടി എന്ന് പറയുന്ന ചീവുപൊടി, അറക്കപ്പൊടി എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി പൊടിഞ്ഞ രീതിയിലുള്ളതുകൊണ്ട് അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുമ്മായം കൂടി ചേർത്തിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ കൂടിനകത്ത് എല്ലാ സ്ഥലത്തും കൂടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൂടിനകത്തുള്ള ഷീറ്റ് പഴയതാണ്, പ്ലാസ്റ്റിക് ഷീറ്റ്. അതിപ്പോൾ മാറ്റുന്നില്ല. അടുത്ത തവണ നമുക്ക് ഇതുപോലെ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ആ ഷീറ്റ് മാറ്റേണ്ടി വരും. കാരണം നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മാറ്റാത്തത് കൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് അക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം എല്ലാ ഭാഗവും ഇത് കൂടിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തോട്ടും നമ്മളിത് ആക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഇതെത്തത്തക്ക രീതിയിൽ നമ്മൾ നീക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കോഴിക്ക് ഉള്ള ആവശ്യത്തിനുള്ള തീറ്റപ്പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ വന്ന സമയം തൊട്ടെന്ന് പറയുമ്പോൾ കോഴികൾക്ക് മുട്ടയിടുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും മുട്ടയിടുന്ന തിരക്കിലാണ്. അപ്പോൾ ഓരോരുത്തരും മുട്ടയിടുന്ന സ്ഥലത്തോട്ടൊക്കെ പോയിരിക്കുകയാണ്. പലരും പല സ്ഥലത്തിരുന്നാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു സൈഡിലൊരു ടാർപ്പ് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടാണ് ഇവരെല്ലാ ദിവസവും മുട്ടയിടുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ മാറ്റി വേറൊരു പാത്രമൊക്കെ വെച്ച് നോക്കി കേട്ടോ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർ അങ്ങനെ മുട്ട ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥലം ഇപ്പോൾ മാറ്റുന്നില്ല കേട്ടോ. കാരണം അവർ സ്ഥിരം അവിടെ ആയതുകൊണ്ട് തന്നെ അവർ മുട്ടയിടാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അവർക്ക് സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയും നമ്മൾ കുറച്ച് ചീവുപൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾ മുട്ടയ്ക്ക് കയറുകയാണ് കേട്ടോ മുട്ടയിടാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിൽ കൂടിയാണ് കേട്ടോ, രാവിലത്തെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ഒരാൾ ഇതാ മുട്ടയിടാൻ കയറിയിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് മുട്ടയൊക്കെ ഇടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.